നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചു. മുന്നറിയിപ്പില്ലാതെ അറ്റകുറ്റപ്പണി തുടങ്ങിയാൽ നഗരത്തിൽ അനിയന്ത്രിതമായ ഗതാഗത കുരുക്കാകും. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം നടപ്പാകില്ലെന്ന് പ്രൊഫസർ CP റോയ്. ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും നടപ്പാകില്ല. പുതിയ ടണൽ പണിത് ജലനിരപ്പ് കുറയ്ക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നും ആവശ്യം. ഈരാറ്റുപേട്ടയിൽ ആഞ്ഞടിച്ച് തൂഫാൻ. പാൻ മസാലകൾ വിൽക്കുന്ന കടകൾ പോലീസും നഗരസഭ അധികൃതരും ചേർന്ന് പൊളിച്ചു നീക്കി. സ്ഥലത്ത് ഉന്തും തള്ളും. ഭരണങ്ങാനം ഒരുങ്ങുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഈ മാസം 19-ന് കൊടിയേറും. പ്രധാന തിരുനാൾ 28-ന്. വാർത്തകൾ വിശദമായി. കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചു. ഇവിടെ പണികൾ ആരംഭിക്കുന്നത് പുതിയ പാലത്തിലൂടെ ഗതാഗതം ആരംഭിച്ച ശേഷം മാത്രമായിരിക്കും. രാവിലെ ജില്ലാ കളക്ടറും PWD ഉദ്യോഗസ്ഥരും കോടിമത സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോട്ടയം കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഇന്നു മുതൽ തുടങ്ങാനിരുന്ന അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചു. പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം ആരംഭിച്ച ശേഷമേ ഇവിടെ അപ്രോച്ച് റോഡ് ബലപ്പെടുത്തുന്ന ജോലികൾ ആരംഭിക്കുകയുള്ളൂ. പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴുന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇവിടെ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ഒരാഴ്ച കാലത്തേക്ക് കോടിമത വഴി ഗതാഗതം നിരോധിച്ച് ഇന്നലെ ഉത്തരവും പുറപ്പെടുവിച്ചു. അതേസമയം പൊടുന്നനെയുള്ള നിയന്ത്രണവും ക്രമീകരണങ്ങളും നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുമെന്ന് സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് തീരുമാനം മാറ്റിയത്. ഇതനുസരിച്ച് അടുത്തയാഴ്ച മുതൽ പുതിയ പാലത്തിന്റെ ടാറിംഗ് ജോലികൾ ചെയ്ത് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കും. പുതിയ പാലം വഴിയുള്ള ഗതാഗതം ആരംഭിക്കുമ്പോൾ SN സ്ക്വയറിന്റെ ഭാഗത്ത് ഡിവൈഡർ നിർമ്മിച്ച് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. തുടർന്ന് പുതിയ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാകും പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ബലപ്പെടുത്തുന്ന ജോലികൾ ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറും PWD ഉദ്യോഗസ്ഥരും കോടിമത സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നമ്മുടെ മൊത്തം ടൗണിൽ ട്രാഫിക് കൂടുതലാക്കാൻ സാധ്യതയാവും. സോ നമുക്ക് പാലത്തിൻ്റെ വർക്ക് നമുക്ക് ഉടനെ കംപ്ലീറ്റ് ചെയ്യും. വിതിൻ 1 വീക്ക് കംപ്ലീറ്റ് ആവും. അതിനുശേഷം താൽക്കാലികമായിട്ട് ട്രാഫിക് ഇവിടെ ഡൈവേർട്ട് ചെയ്യും. മീൻ വൈൽ ഈ പോർഷൻ ഫ്രീ ആക്കിയിട്ട് നമുക്ക് ഇവിടെ കൂടി വിതിൻ 1 വീക്ക് നമുക്ക് അടുത്ത വീക്കിൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം നമുക്ക് ട്രാഫിക് ഡൈവേർഷൻ അവോയ്ഡ് ചെയ്യും. നോർമൽ രീതിയിൽ വരെ നമുക്ക് നമ്മുടെ വണ്ടി പോകും. ബഹുമാനപ്പെട്ട സ്പീക്കറിൻ്റെ കൂടി നമുക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കൂടി പ്രോപ്പറായിട്ട് സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. മൊത്തം റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ വലിയ ട്രാഫിക് ഇഷ്യൂ ആവും. സോ നമുക്ക് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. നിലവിലെ ട്രാഫിക് നോർമൽ രീതിയിൽ പോലെയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുല്ലപ്പെരിയാറിൽ മറ്റൊരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് മുല്ലപ്പെരിയാർ ടണൽ സംരക്ഷണ സമിതി രക്ഷാധികാരി പ്രൊഫസർ CP റോയ് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ സ്ഥിതി ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ 2014 മെയ് 7-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 50 അടിക്ക് ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കണമെന്ന വിധി നടപ്പാക്കാൻ കേരളവും തമിഴ്നാടും തയ്യാറാകണമെന്ന് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി രക്ഷാധികാരി പ്രൊഫസർ CP റോയ് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തണമെന്ന തമിഴ്നാടിന്റെ വാദവും പുതിയ ഡാം പണിയണമെന്ന കേരളത്തിന്റെ വാദവും നിലനിൽക്കില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ലെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയ വെല്ലുവിളി കേരള തമിഴ്നാട് ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുമെന്നും പ്രൊഫസർ CP റോയ് പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടക്കുന്നുണ്ട്. ഇത് 2014 സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കേരളവും തമിഴ്നാടും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഈ സമരം തുടങ്ങി 637 ദിവസമായി എങ്കിലും നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനം ഭരിച്ച ഇടത് സർക്കാർ എല്ലാ ബജറ്റിലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ 10 കോടി രൂപ നീക്കിവെച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ലെന്നും CP റോയ് പറഞ്ഞു. 2016 മുതൽ 2026 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്
ആകെ ചെയ്തത് എല്ലാ വർഷവും ബഡ്ജറ്റിൽ 10 കോടി രൂപ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ നീക്കിവെക്കും എന്ന് 10 ബഡ്ജറ്റിലും പറഞ്ഞതല്ലാതെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശം സുപ്രീം കോടതി. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി, സെക്രട്ടറി സിജിൻ രാജ്, ഷിജി നന്ദകുമാർ, ഷിജിൻ തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ടയിൽ അനധികൃതമായി പ്രവർത്തിച്ചുവന്ന പാൻ മസാല കടകൾ പോലീസ് പൊളിച്ചുമാറ്റി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ പെട്ടിക്കട പൊളിച്ചുമാറ്റാൻ നഗരസഭാ ജീവനക്കാരും പോലീസും ശ്രമിച്ചത് ഉന്തിലും തള്ളിലും കലാശിച്ചു. ഈരാറ്റുപേട്ട നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പാൻ മസാല കടകൾ പൊളിച്ചുമാറ്റി. 7 കടകളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തുടർന്ന് നടന്ന റെയ്ഡിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഹാൻസ് ശേഖരവും പിടിച്ചെടുത്തു. ഇന്നലെ രാവിലെ 11:00 തൂഫാൻ റെയ്ഡ് ആരംഭിച്ചത്. പോലീസ്, എക്സൈസ്, നഗരസഭ, ആരോഗ്യ വിഭാഗം എന്നിവ സംയുക്തമായാണ് നഗരത്തിൽ പരിശോധന നടത്തിയത്. ഇതിനിടയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ പെട്ടിക്കട പൊളിച്ചുമാറ്റാൻ നഗരസഭാ ജീവനക്കാരും പോലീസും ശ്രമിച്ചത് ഉന്തും തള്ളുമുണ്ടാക്കി. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്നും ക്ലീൻ സിറ്റി മാനേജർ ടി രാജനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനായി ഭരണങ്ങാനം ഒരുങ്ങി. ഈ മാസം 19-ന് രാവിലെ 11:15-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയുയർത്തും. 28-നാണ് പ്രധാന തിരുനാൾ. വിശുദ്ധ അൽഫോൻസാമയുടെ 18ാമത് തിരുനാളിന് ഭരണങ്ങാനം ഷെയറിലും ഫെറോന പള്ളിയിലും ക്രമീകരണങ്ങൾ പൂർത്തിയായെന്ന ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, ഫെറോന വികാരി ഫാദർ സഖറിയ സട്ടപ്പാട്ട്, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു കുഞ്ഞാനിക്കൽ എന്നിവർ അറിയിച്ചു. 10 ദിവസത്തെ തിരുനാളാണ്. പ്രധാന തിരുനാൾ ജൂലൈ 28 ചൊവ്വാഴ്ചയാണ്. 14 പിതാക്കന്മാർ തിരുനാൾ ദിവസങ്ങളിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ്, അതുപോലെ എമറിറ്റസ് മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ്, ആർച്ച് ബിഷപ്പ്മാരായ തോമസ് തലയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ, അതുപോലെ റായ്പൂർ അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ അഗസ്റ്റിൻ ചരണകുന്നൽ, ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച് കൊച്ചിൻ രൂപതയുടെ അഭിഗമ്യ ആന്റണി കാട്ടുപറമ്പ് പിതാവ്, മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് മൂവാറ്റുപുഴ രൂപതയുടെ അഭിഗമ്യ അധ്യക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ പിതാക്കന്മാരുടെ അനുഗ്രഹീതമായ സാന്നിധ്യമുണ്ട്. 19 മുതൽ 28 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ലളിതവും സാന്ദ്രവുമായ തിരുനാളിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ് എമിരേറ്റ്സ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ്മാർ ഉൾപ്പെടെ 14 പിതാക്കന്മാർ വിശുവാനെ അർപ്പിച്ച് സന്ദേശം നൽകും. തിരുനാൾ ദിനങ്ങളിൽ 300-ലധികം വൈദികർ ഭരണങ്ങാനം ഷെയറിൽ വിശുവാനെ അർപ്പിക്കും. 19 രാവിലെ 11:15-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊഴയുയർത്തുന്നതോടെ ഈ വർഷത്തെ തിരുനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. 25-ന് വൈകുന്നേരം 5 മണിക്കുള്ള വിശുവാനോട് ചേർന്ന് അൽഫോൻസ നാമധാരി സംഗമം നടത്തും. തിരുനാളിന്റെ 10 ദിനങ്ങളിലും കവറയുടെ ദേവാലയം 24 മണിക്കൂറും തുറന്നിട്ടിരിക്കും. തിരുനാൾ നൊവേന നടക്കുന്ന 9 ദിവസങ്ങളിലും വൈകുന്നേരം 6 മണിക്ക് ആഘോഷകരമായ ജോമാല റാലിയും നടത്തും. ഫ്രാൻസിസ്കന്റെയും ക്ലാസ് സഭാംഗങ്ങളുടെയും പ്രത്യേക ഒത്തുചേരലുകൾ തിരുനാൾ ദിവസങ്ങളിൽ ഷെയറിൽ നടത്തും. തിരുനാളോടനുബന്ധിച്ച് അൽഫോൻസാമയെക്കുറിച്ചുള്ള 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. തിരുനാൾ ദിനങ്ങളിൽ വിവിധ സെമിനാറുകളിൽ നിന്നും ഇടവകകളിൽ നിന്നും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തീർത്ഥാടന യാത്രകൾ എത്തിച്ചേരും. തിരുനാൾ ദിനങ്ങളിൽ പുലർച്ചെ 5:30, രാവിലെ 6:45, 8:30, 10, 11:30, ഉച്ചകഴിഞ്ഞ് 2:30, 3:30, വൈകുന്നേരം 5, രാത്രി 7 സമയങ്ങളിൽ വിശുർബാനകളുണ്ടാവും. ന്യൂസ് ബ്യൂറോ, പാല. CPIM-ൽ തെറ്റുതിരുത്തേണ്ട നേതൃത്വം അണികളോട് തെറ്റുതിരുത്താൻ ആവശ്യപ്പെടുന്ന പരിഹാസ്യമായ സ്ഥിതിയാണെന്ന് കോട്ടയം ജില്ലയിലെ മുൻകാല CPM നേതാവ് PC ഉലഹന്നാൻ പറയുന്നു. ഒരു വ്യക്തിയിൽ അധികാരം കേന്ദ്രീകരിച്ചതാണ് CPM-ന്റെ ഇപ്പോഴത്തെ അപജയത്തിന്റെ പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അഴിച്ചിട്ട ഒരു ചർച്ച നടത്തേണ്ടതിന് പകരം പഴയതുപോലെ തന്നെ കുറേ ആളുകൾ കൺവെൻഷൻ ഒരു കീഴ്വഴക്കം പോലെ സ്റ്റേജിൽ വന്നിരിക്കുന്നു. ആ വന്നിരിക്കുന്ന പലരും തോറ്റവരാണ്, വള്ളപ്പാടിന് തോറ്റവരാണ്. വന്നിരിക്കുന്ന പലരെക്കുറിച്ചും ജനങ്ങൾക്ക് മതിപ്പില്ലാത്തവരാണ്. ഞാൻ അതൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഒരാ സ്റ്റേജിലിരിക്കുമ്പോൾ അവനല്ലേ ആദ്യം തെറ്റുതിരുത്തേണ്ടത്. ഈ താഴെ സ്റ്റേജിലിരിക്കുന്നതിനോട് എന്നും പറയുകയല്ലേ, എല്ലാ തെരഞ്ഞെടുപ്പിലും തോൽവിക്കും ഇങ്ങനെയല്ലേ പറയുന്നത്. ഡ്രൈ ഡേ ദിനത്തിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ കേസിൽ രാമപുരത്ത് യുവാവ് എക്സൈസിന്റെ പിടിയിലായി. ഇയാളിൽ നിന്നും 18.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. ഇയാൾ മദ്യവുമായി വന്ന ഇരുചക്ര വാഹനവും പിടികൂടി. ഡ്രൈ ഡേ ദിനത്തിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ കേസിൽ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി.
രാമപുരം നെല്ലിക്കൽ വീട്ടിൽ ഡെന്നിസ് NK-യെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് B ആനന്ദ്രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 18.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. ഫ്രൈഡേ ദിവസം പാലായിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി വിദേശ മദ്യം വിൽക്കുന്നതായി എക്സൈസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ദിവസങ്ങളോളം പ്രദേശത്ത് എക്സൈസ് നിരീക്ഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് പ്രതി സ്കൂട്ടറിൽ മദ്യവുമായി എത്തിയത്. തുടർന്ന് ഇയാളെ പിടികൂടി നടത്തിയ പരിശോധനയിലാണ് 18.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തിയത്. 1-ാം തീയതിയോട് അനുബന്ധിച്ച് കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആനന്ദരാജിൻ്റെ നേതൃത്വത്തിൽ പാലാ റേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മദ്യവിൽപ്പന നടത്തിയ കുറ്റത്തിന് ഡെന്നിസ് എന്നയാളെ ഇന്ന് ദിവസം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് ഉദ്ദേശം 18.5 ലിറ്റർ ഇന്ത്യൻ മെയ്ഡ് 4 ലിറ്റർ IMFL പിടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം സ്കൂട്ടറിലാണ് മദ്യവിൽപ്പന നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറും സ്പ്ലെൻഡർ പ്ലസ് ബൈക്കും പിടിച്ചെടുത്തിട്ടുള്ളതാണ്. 1-ാം തീയതിയും ഡ്രൈഡേ ദിവസങ്ങളിലും വ്യാപകമായി ഇയാൾ മദ്യവിൽപ്പന നടത്തിയിരുന്നതായി എക്സൈസ് സംഘം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ M നൌഷാദ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ അഫ്സൽ K, പ്രവീൺ ശിവാനന്ദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീപക് സോമൻ, ജിഷ്ണു ശിവൻ, യേശുദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബിബിൻ ജോയ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് പഞ്ചായത്ത് 16-ാം വാർഡ് ചെന്നാക്കുന്നിലെ കാർഷിക ഗ്രൂപ്പുകളുടെയും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചെന്നാക്കുന്നിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സേതു മാന്താടൻ അധ്യക്ഷനായി. ഫാദർ ജോസഫ് നെല്ലിമറ്റത്തിൽ, ശ്രീജിത്ത് B തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ ആൻസി ക്യാമ്പിന് നേതൃത്വം നൽകി. 160 പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. പാലാ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലും തട്ടുകടകളിലും നഗരസഭ ആരോഗ്യ വിഭാഗവും പോലീസും ചേർന്ന് പരിശോധന നടത്തി. ഉദ്യോഗസ്ഥർ കർശന താക്കീത് നൽകിയെങ്കിലും പിഴ ഈടാക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുമെന്നും പരിശോധന തുടരുമെന്നും നഗരസഭ ചെയർപേഴ്സൺ ദിയ ബിനു പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചു. മുന്നറിയിപ്പില്ലാതെ അറ്റകുറ്റപ്പണി തുടങ്ങിയാൽ നഗരത്തിൽ അനിയന്ത്രിതമായ ഗതാഗത കുരുക്കാവും. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം നടപ്പാകില്ലെന്ന് പ്രൊഫസർ CP റോയ്. ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും നടപ്പാകില്ല. പുതിയ ടണൽ പണിത് ജലനിരപ്പ് കുറയ്ക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നും ആവശ്യം. ഈരാറ്റുപേട്ടയിൽ ആഞ്ഞടിച്ച് തൂഫാൻ. പാൻ മസാലകൾ വിൽക്കുന്ന കടകൾ പോലീസും നഗരസഭ അധികൃതരും ചേർന്ന് പൊളിച്ചു നീക്കി. സ്ഥലത്ത് ഉന്തും തള്ളും. ഭരണങ്ങാനം ഒരുങ്ങുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഈ മാസം 19-ന് കൊടിയേറും. പ്രധാന തിരുനാൾ 28-ന്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.